ഹലോ നമസ്കാരം. പാട്രിയറ്റ് അതിൻ്റെ ട്രെയിലർ റിയാക്ഷനുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അല്ലേ. ഈ പടം വരും പോവും വരും പോവും, ഇത് എപ്പോൾ ഇറങ്ങും, എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു 2 പ്രാവശ്യം അങ്ങനെ ട്രെയിലറോ ടീസറോ കണ്ട് ടീസർ 2 പ്രാവശ്യം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേ ഇത് ശ്രദ്ധിക്കപ്പെട്ടാണ് ഇതിന്റെ കാസ്റ്റ്, കാരണം മെയിനായിട്ട് എന്റെ കാസ്റ്റും പിന്നെ മഹേഷ് നാരായണൻ എന്നുള്ള പേരും. അപ്പൊ അതിലെന്തോ കാരണം ആളുടെ മേക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബ്രില്യൻ മേക്കിംഗ് ആണ്. അതായത് ഈ പറഞ്ഞ മാതിരി സി യു സൂൺ ആണെങ്കിലും മാലിക് ആണെങ്കിലും ടേക്ക് ഓഫ് ആണെങ്കിലും ഒരു വേറെ രീതിയിലുള്ളൊരു അനുഭവമാണ് ആ സിനിമകൾ കാണുമ്പോൾ. അത് തീർച്ചയായും അതിന്റെ മേക്കിങ്ങിലുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ മഹേഷ് നാരായണന്റെ വേറൊരു പടം, അതും ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആയിട്ട് വരുമ്പോ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച്, അപ്പൊ എന്തോ ഒരു മാജിക് അവിടെ സംഭവിക്കാനുണ്ട്. വെരി എക്സൈറ്റഡ്. ട്രെയിലർ കണ്ടോക്കാം. ഇതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട് തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு ஞாபகம் தோணுதா? The next revolutionary service from Shakti Solutions, Samaj Seva, the social evaluator. Log number 112. വിമതന, നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. Periscope is an important program. Private sector-ലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള tool. Listen, Mike. She has some sensitive information from your computer. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവള് ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്ന് പോലീസ് പറയുന്നു. Is that similar to Periscope? Issue a lookout notice for Dr. Daniel James. I think my phone has been compromised. He's turned out to be a traitor. So the passenger has taken the opposite exit and he is going to the next terminal. How's that possible? Daniel ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. Daniel has something എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, I'll even play the video, it's in everything. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. Keep it low. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. അതാ ഞാനും പറയാൻ പോയത്. ലൈക്ക് കുറച്ചൊരു നമ്മളെ ഒരു രീതിയിൽ നിന്നൊരു നമ്മൾ ഒരുമിച്ചല്ലടാ എല്ലാം തുടങ്ങിയത്. കുഞ്ചാക്കോവനും ഇന്ദ്രൻസ് സുഷിൻ ശ്യാം. ಸರ್ ನೀವು ಟೆರರಿಸ್ಟ್ ಆಫ್ ಪೊಲೀಸ್ Patriot. കിളി പറഞ്ഞതായിരിക്കും. ആവട്ടെ, അങ്ങനെയല്ല. മഹേഷ് നാരായണന്റെ മേക്കിംഗ് ഇത്രയും നന്നാണ്. എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടാണ് ആള് ഡയറക്ഷനിലേക്ക് വരുന്നത്. വേറൊരു കാര്യം തന്നെ, ഈ ട്രെയിലർ തന്നെ നമ്മൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് നോക്കിയതുണ്ട്. സിനിമ ലൈക്ക് വെറുതെ ഇങ്ങനെ റാൻഡം ആയിട്ട് കണ്ടിട്ടുകൊണ്ട് സിനിമ ആയിരിക്കില്ല, ഭയങ്കര എന്താ പറയാ, അതിലിങ്ങനെ കേറി ഇരുന്ന് കാണേണ്ട സിനിമയായിരിക്കും തോന്നുന്നു. എന്നുവെച്ചാൽ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയാൻ പോകുന്നത് എന്നൊരു ഫീലിംഗ്. എഡിറ്റിംഗ് അതിന്റെ മികവിൽ ഈ
ഈ ട്രെയിലറിൽ തന്നെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് തോന്നുന്നു ആളുടെ സിനിമകളുടെ മേക്കിംഗ് ആളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ആ സിനിമയുടെ കട്ടുകൾ വരേണ്ടത്, എങ്ങനെയാണ് അതിന് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ കുറിച്ച് നല്ല ധാരണകളുണ്ട്. ആ ഒരു കോമ്പിനേഷൻ, അതായത് എഡിറ്ററും ഡയറക്ടറും ഒരാളാവുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. എങ്ങനെയാണ് ഇത്രയും നല്ല സിനിമകൾ ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്, മേക്കിങ്ങിൽ വേറിട്ട് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഈ സി യു സൂണൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മാലിക്കും അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ എല്ലാരും നല്ല സ്ട്രോങ് റോൾസും. അതെ, കാസ്റ്റിംഗ് ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിംഗ്. അത് വെറുതെ കുറച്ച് ഫുൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണെന്ന് ട്രെയിലറിന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ഇനിയൊരു സിനിമ വർത്താനവും അല്ലെങ്കിൽ ട്രെയിലർ സെക്ഷനൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു, ബൈ.